കൂട്ടുകാരോടൊപ്പമുള്ള യാത്ര എന്നും എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളും ഇന്നൊരു യാത്ര പോവുകയാണ്. ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാരും ഞങ്ങൾ വർക്കലയിലേക്ക് ഒരു യാത്ര. ഈ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് 2012 ഞങ്ങൾ പരിചയപ്പെട്ട് 10 വർഷം തികയുന്ന സമയത്താണ് ഞങ്ങളുടെ ഈ യാത്ര. എല്ലാവർക്കും ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോജന് വർക്കലയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സോജൻ പറയട്ടെ. സോജൻ അവിടെ വന്ന് കിടന്നല്ലേ കുറെ കാലം? വളരെ നല്ല സ്പോട്ടുകളുള്ള സിറ്റിയാണ്. നീ ഇവിടെ നീ എത്ര പ്രാവശ്യം വന്നോ? കുറെ പ്രാവശ്യം വന്നോ? സായിപ്പന്മാര് മദാമ്മമാര് ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് ഇതിന്റെ ക്ലിഫ് 4.4. എങ്ങോട്ടാണ്? ലെഫ്റ്റ് അല്ലേ? അതാണ്. അങ്ങനെ നമ്മള് 3 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം 3 മണിക്കൂറായില്ലേ? 3 മണിക്കൂറിന്റെ യാത്ര കൂടുതലുണ്ടോ? കാലത്ത് 5 മണിക്ക് പുറപ്പെട്ടു. അതെ, സോജൻ തൃശ്ശൂരിൽ നിന്ന് വന്നത് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി. ആദ്യം സോജൻ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി എറണാകുളത്ത് വന്ന് ആദിത്യനെ പിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി കോട്ടയത്ത് വന്നു. അപ്പൊ സോജൻ രാവിലെ 5 മണിക്ക് ഇറങ്ങിയ ട്രിപ്പാ. സോജനെ സംബന്ധിച്ചോളം ഏകദേശം എത്രയാ, 12 മണിക്കൂറായല്ലോ സോജ? 12 മണിക്കൂറിന് ശേഷം ഏകദേശം 12 മണിക്കൂറായി. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ 4, 4:30, 5 മണിയാകും. 12 മണിക്കൂറും കൊണ്ട് സോജൻ വർക്കല വന്നു. അങ്ങനെ ഇതാണ് ഹെലിപ്പാഡ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഫുള്ള്. അങ്ങനെ ഞങ്ങള് ഹെലിപ്പാഡിലെത്തി. കൊല്ലം വർക്കല. മഴക്കാരുണ്ടെന്ന് തോന്നുന്നല്ലോ. മൊത്തം വണ്ടികളുവാ. മൊത്തം മൂടി കിടക്കുന്നുള്ളൂടാ. എന്നാ ചെയ്യുന്നത്? പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാം. വണ്ടി പാർക്ക് ചെയ്യാ, ഇറങ്ങിയിട്ട് നമ്മുടെ റൂം കണ്ടുപിടിക്കണ്ട നമുക്ക്. ഇവിടെ അടുത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇതിലെ കൂടി നടക്കാനുള്ളതാണ്. ഹെലിപ്പാഡിന്റെ എച്ചിലായിരുന്നു കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മള് ആഡംബരമായിട്ട് എല്ലാം ചെയ്യും. ചക്രം ഇതിന്റെ മുകളിൽ സോജന്റെ വണ്ടിയാണ്. ഹെലിപ്പാഡിൻ്റെ ഇവിടെ നിറയെ വണ്ടികളുണ്ട്. വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കും നിറയെ ആളുകളും വണ്ടികളും എല്ലാം ഉണ്ട്. മൊത്തം തിങ്ങി കിടക്കുകയാണ്. ആ സൈഡിലേക്ക് നോക്കി, അവിടെ മൊത്തം മഴക്കാര്. നോക്കടാ, അവിടെ ഇവിടുത്തെ വ്യത്യാസം കണ്ടോ? ലൈറ്റ് വ്യത്യാസം മൊത്തം കയറി കിടക്കുക. ഇത് ഞങ്ങൾ താഴെ വന്നിരിക്കലായിരുന്നു, പരിപാടിയായിരുന്നു. എന്ന് വന്ന കാര്യം ചേട്ടൻ പറയുന്നത് അല്ലെ? സോജന എപ്പോ വന്ന കാര്യം പറയുന്നത് സോജന? അതും കൂടെ കേക്കട്ടെ. 1.5 കൊല്ലം മുമ്പ്. ഏത് സമയത്ത്? മഴയുള്ളപ്പോഴോ മഴയില്ലാത്തപ്പോഴോ? എന്നിട്ടാണ് പറയുന്നത് മൊത്തം വെള്ളം കയറി കിടക്കുക. സോജൻ പണ്ടെങ്ങാണ്ട് വന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുകയാണ്. വർക്കല മറൈൻ പാലസിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. നേരത്തെ ഓൾറെഡി വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് റൂം കിട്ടുമല്ലോ എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട്. വേറെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള പോലെ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ കാണുന്നത്. ഒരിച്ചിരി കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇറങ്ങി വരിക. റോഡ് കുറച്ച് മോശമാണ്, അത്രേ ഉള്ളൂ. അതാണ് പാർക്കിങ്ങിൽ ഇതാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോം സ്റ്റേ. മറൈൻ പാലസ് വർക്കല. ക്ലിഫിന്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ പഴയ വീടുകളും ആ ഒരു സെറ്റപ്പിലാണ്. മൊത്തം പച്ചപ്പാണ്. അതുപോലെ തന്നെ കണ്ടോ, പഴയ റൂമുകളും തടി വെച്ചിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ നടന്ന് താഴേക്കുണ്ട് റൂംസ്. നമ്മുടെ റൂം താഴെയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ സൈഡിൽ സിയുടെ സൈഡിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഇന്നത്തെ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം ഈ ഒരു ഇതിനകത്താണ്. ഇവിടെ പല ഹട്ടുകളായിട്ടാണ് ഇവരുടേത് വന്നിരിക്കുന്നത്, റൂംസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മുടെ റൂം ഇതിൻ്റെ അകത്താണ്. ഇവിടെ നിന്ന് ഇതൊരു പഴയ, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒരു പഴയ വീടിൻ്റെ ഇതിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മൊത്തം തടിയാണ്.
അത് ഹെറിറ്റേജ് ഹോം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. ഹെറിറ്റേജ് ആ ഒരു സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ ഹട്ടിൻ്റെ അകത്ത് 2 റൂംസേ ഉള്ളൂ. അതിലൊരു റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് ചുറ്റുമുള്ള വ്യൂ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സീ വ്യൂ നമുക്ക് ഇവിടെ നിന്നില്ല. സീ വ്യൂ ഉള്ള റൂം അപ്പുറത്താണ് ഉള്ളത്. ഇതിപ്പോൾ താഴെ ആ ഓടിട്ട് കാണുന്നത് ഇവരുടെ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ബാക്കി ഇതാണ് ഇതിൻ്റെ ചുറ്റും വരുന്നത്. ആ കാണുന്ന നീല കളർ ഉള്ള ബിൽഡിംഗ് ഒക്കെ ഇവരുടെ തന്നെ വേറെ റൂംസും കാര്യങ്ങളും എല്ലാം ആണ്. ഇവിടെ 2 റൂമാണുള്ളത്. അതിൽ ഒരു റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റൂമിൻ്റെ അകത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ പഴയ രീതിയിൽ, അതായത് പറയുന്ന പഴയ വീടുകൾ, നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന വീടുകൾ പോലെയാണ് അതിൻ്റെ റൂഫും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഒരാള് 3-4 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞു മടുത്തു. എത്തിയ റൂമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പഴയ സെറ്റപ്പ് അല്ലേ മൊത്തം? നല്ലതല്ലേ റൂമൊക്കെ? അത് സോജന്റെ ഫോണാണ്. റൂമൊക്കെ മൊത്തം തട്ടടിച്ച റൂമാണ്. ഇതൊരു ബെഡുണ്ട് ഇവിടെ. ഇതൊരു ഡബിൾ കോട്ട് ബെഡുണ്ട്. പഴമയുടെ തനിമയിൽ ഞങ്ങൾ താമസിക്കാൻ പോവുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.